വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പാലാ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. നഗരസഭാ ജീവനക്കാരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വെള്ളമിറങ്ങിയതോടെ സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയിരുന്നു. ഫയർഫോഴ്സ് സംഘം വെള്ളം ഉപയോഗിച്ചവ കഴുകിക്കളയുകയും തുടർന്ന് തൊഴിലാളികളെ വിന്യസിച്ച് ചെളിയും മാലിന്യങ്ങളും കോരി നീക്കുകയും ചെയ്തു. ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം എത്രയും വേഗം പുനരാരംഭിക്കാനും ബസ് സർവീസുകൾക്ക് സൗകര്യം ഒരുക്കാനും വേണ്ടിയാണ് അടിയന്തര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. പാലാ നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുലിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. നമ്മളുടെ പാലം നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യപടിയായിട്ട് കൊട്ടാരമറ്റം സ്റ്റാൻഡാണ് ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇത്തവണ മുനിസിപ്പാലിറ്റി അവരോട് ചേർന്ന് നിന്ന് തന്നെ സ്കൈലൈൻകാരും കൂടെ ചേർന്ന് നിന്നാണ് ഈ കൊട്ടാരമറ്റം സ്റ്റാൻഡ് വൃത്തിയാക്കി തുടങ്ങുന്നത്. ഓക്കെ, പാലായിലെ നഗരസഭയുടെ 24 വാർഡാണ്. ഇവിടെ ഈ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡാണ് ഏറ്റവും യാത്രക്കാർ വന്നു പോകുന്നത്. അതിന് ഏറ്റവും മുന്തിയ പരിഗണന വന്നുകൊണ്ട് ചെയർപേഴ്സൺ മായ രാഘവനും അതുപോലെ സഹ കൗൺസിലർമാരും എല്ലാവരും ഇവിടെയുണ്ട്. ഇത് നടക്കുന്നത് പാലായുടെ എൻഡ് ടു എൻഡ് ഒരു ക്ലീനിങ് ആണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ക്ലീനിങ്ങിന് ശേഷം പാലായുടെ പടിഞ്ഞാറ് ഭാഗം മുതൽ കിഴക്ക് ഭാഗം വരെയും വടക്ക് മുതൽ തെക്ക് വരെയും എന്ന രീതിയിൽ കംപ്ലീറ്റ് ഏരിയയും ഇന്ന് അടിയന്തര പ്രാധാന്യത്തോടെ ക്ലീൻ ചെയ്യുകയാണ്. അതിലേക്ക് പാലായിലെ വ്യാപാരി സുഹൃത്തുക്കൾ, റെസിഡൻസ് അസോസിയേഷൻ, അതുപോലെ സന്നദ്ധ സംഘടന എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ക്ലീനിങ് നമ്മൾ ഇവിടെ പാലാ കൊട്ടാരമറ്റം തൊട്ട് എല്ലാ ഭാഗത്തിലേക്കും ഇന്ന് തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മുഴുവൻ നഗരസഭയിലെ മുഴുവൻ ഹെൽത്ത് വിഭാഗവും ജീവനക്കാരും ഉദ്യോഗസ്ഥരും എല്ലാവരും ഇതിൽ പങ്കാളികളാവുന്നുണ്ട്. സ്റ്റാഫുകളെല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് പാലയുടെ ഏറ്റവും നല്ല ഒരു മാസ് ക്ലീനിങ്ങിലേക്ക് കടന്നു പോവുകയാണ്. അപ്പം എല്ലാവരുടെയും പിന്തുണകളൊപ്പം തന്നെ നാളെയും നിങ്ങളുടെ എല്ലാ സഹകരണത്തോടെ നമുക്ക് ഈ പാല നല്ല വികസനത്തിലേക്കും നല്ല കാഴ്ചപ്പാടിലേക്കും പോകണമെന്ന് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണ്. കാരണം ഏറ്റവും കൂടുതൽ യാത്രക്കാരും വാഹനങ്ങളും ബുദ്ധിപ്പെടുന്ന സ്ഥലമാണ്. അപ്പം കഴിഞ്ഞ കാലങ്ങളൊക്കെ വളരെയധികം വെക്കലും ചെളിയും ഇവിടെ അടിഞ്ഞുകൂടിയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലാ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സ്റ്റാൻഡിംഗ് ചെയർമാന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ വൃത്തകാലാടിസ്ഥാനത്തിലാണ് ക്ലീനിങ് നടന്നു വരുന്നത്. ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജിത പ്രകാശ്, പൊതുജനാത്ത് സ്ഥിരം സമിതി ചെയർമാൻ ടോണി തൈപ്പറമ്പിൽ, വാർഡ് കൗൺസിലർ ബിജു മാത്യൂസ്, കൗൺസിലർമാരായ ലിസിക്കുട്ടി മാത്യു, ബിജു പാലിപ്പടവിൽ, പാലാ സ്കൈലൈൻ അസോസിയേഷൻ പ്രസിഡന്റ് ജോസഫ് അട്ടോത്ത്, സെക്രട്ടറി അരുൺ സുരേന്ദ്രൻ, ട്രഷറർ ലേഖാദാസ്, മുനിസിപ്പൽ സെക്രട്ടറി എസ് ആകാശ്, ക്ലീൻ സിറ്റി മാനേജർ ആൻലി പി ജോൺ, എച്ച് ഐ രഞ്ജിത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉമേഷിത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മഞ്ജു മോഹൻ തുടങ്ങിയവർ ശുചീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നഗരത്തിലെ മറ്റ് വെള്ളക്കെട്ട് ബാധിത പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു.